ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. പത്രോസ്ലീഹായുടെ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ദൈവത്തിന്റെ വീണ്ടും ജനിച്ച ദൈവമക്കൾ, വിശ്വാസികൾക്ക്, വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന 4 പദവികളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഭാ മക്കൾക്ക് ലഭിച്ചിരിക്കുന്ന 4 പദവികൾ: 1 തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, 2 രാജകീയ പുരോഹിത വർഗം, 3 വിശുദ്ധ ജനം, 4 സ്വന്ത ജനം. തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയെക്കുറിച്ച് നാം ധ്യാനിച്ചു. രാജകീയ പുരോഹിത വർഗത്തിൻ്റെ വില എന്താണെന്ന് നാം മനസ്സിലാക്കി. വിശുദ്ധ വംശമാണ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചും നാം ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് നാം ചിന്തിക്കുന്നത് 4-ാമത്തെ പദവിയെക്കുറിച്ചാണ്.
ദൈവമക്കൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ദൈവത്തിന് സ്തോത്രം. പത്രോസ്ലീഹ ദൈവമക്കൾക്ക് കൊടുക്കുന്ന 4ാമത്തെ നിർവചനം സ്വന്തം ജനം എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. ഈ സ്വന്തം ജനം എന്നുള്ളതിന് പല പരിഭാഷകളിൽ വ്യത്യസ്തമായിരിക്കുന്ന പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. റിവൈസ്ഡ് എഡിഷനിൽ ഗോഡ്സ് ഓൺ പീപ്പിൾ എന്നാണ്. ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ, ഓൺ പീപ്പിൾ. ദൈവത്തിന് സ്തോത്രം. അഡ്വാൻസ്ഡ് വേർഷനിൽ പറയുന്നത് എ പെക്യൂലിയർ പീപ്പിൾ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ജനം. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു പരിഭാഷയിൽ രക്ഷിത ഗണം. ദൈവത്തിന് സ്തോത്രം. ദൈവം തനിക്ക് വേണ്ടി നിർമ്മിച്ച ജനം. യെശയ്യാ 43:21 നോക്കിയേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യവും മലാക്കി 3:17 എടുക്കണം. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം. ദൈവത്തിന് സ്തോത്രം. അത് എന്നെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് പറയുന്നത്? തേജോമയനായ ദൈവം പറയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും ഒന്ന് കേട്ട്, ഞാനെന്ന് പറയുന്ന വ്യക്തി ദൈവം എനിക്ക് വേണ്ടി നിർമ്മിച്ചതായ ജനമാണ്. ദൈവത്തിന് സ്തോത്രം. പീപ്പിൾ മെയ്ഡ് ഫോർ മീ, ദൈവത്തിന് വേണ്ടി നിർമ്മിച്ച ജനം. മലാഖി എന്താണ് പറയുന്നത്? 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിച്ച്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മളാരാണ്? ദൈവത്തിൻ്റെ നിക്ഷേപമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കുറേ രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. അതുപോലെ ദൈവത്തിന് ഏറ്റവും വിലയുള്ളതായ ഒരു നിക്ഷേപം ഞാനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ ഭയത്തോടെയാണ് ഈ കാര്യം പറയുന്നത്, ഇവിടെ നിൽക്കുന്നത്. ഇതിൽ നിന്നെല്ലാം ദൈവമക്കൾ എന്താണ് മനസ്സിലാക്കിയത്? ദൈവം എനിക്ക് കൽപ്പിച്ചിരിക്കുന്ന വില എന്താണ്? ഒരു ദൈവവൈതലിൻ്റെ മാഹാത്മ്യം എന്താണ്? നമുക്ക് തുടർന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാം. സ്വന്തം ജനത്തിൻ്റെ 4 സവിശേഷതകൾ. ദൈവത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ 4 പ്രത്യേക സവിശേഷതകൾ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഗൗരവത്തോടെ ആ കാര്യം ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ആരാണ്? ലോകത്തിൽ എനിക്ക് വലിയ വിലയൊന്നും കാണുകയില്ല, വലിയ അംഗീകാരമൊന്നും കാണുകയില്ല. ഒരു പ്രാവശ്യം പോലും ഞാൻ ഒരു പ്രസംഗത്തിന് എഴുന്നേറ്റിട്ടുണ്ടാവില്ല. അതിനൊന്നും ഒരു സെൻറ്റൻസ് പറയാൻ എന്നെ കൊള്ളുകയില്ലായിരിക്കും, കണ്ടാ ഭംഗിയില്ലായിരിക്കും, വിദ്യാഭ്യാസമില്ലായിരിക്കും. മകളെ, മകനെ, ദൈവം തന്നെ നിർമ്മിച്ചതാണ്. ദൈവത്തിൻ്റെ നിക്ഷേപമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രത്യേക ജനമാണ്. ദൈവത്തിൻ്റെ കരവിരുതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ കാര്യം, അപ്പോസ്തല പ്രവൃത്തികൾ 20:28 വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 20:28. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേപ്പാൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കേട്ടോ അത്? എൻ്റെ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. ദൈവം സമ്പാദിച്ചു, വെറുതെ കിട്ടുകയില്ല. ശത്രുവിൻ്റെ കയ്യിൽ കിടന്ന എന്നെ, എൻ്റെ വകയായി ഞാൻ താലോലിച്ചു കൊണ്ടുകിടന്ന എന്നെ നല്ലവനായ ദൈവത്തിന് കരുണ തോന്നി ചങ്കിലെ ചോര മറുപടിയായി കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ക്രിസ്തുവിൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ, ദി ചേർച്ച് വിച്ച് ഈസ് പർച്ചേസ്ഡ് ബൈ ഗോഡ്സ് ഓൺ ബ്ലഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചങ്കിലെ ചോര മറുപടിയായി കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. അമൂല്യമായ വീണ്ടെടുപ്പിൻ്റെ വില നൽകി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം എടുത്ത് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ. വെള്ളിയും പൊന്നും ഒന്നും കൊടുത്തല്ല നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. വായിക്കാം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്, ദൈവത്തിന് സ്തോത്രം, പാപ വഴികളിൽ നിന്ന്
നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ഈ ലോകത്തിൽ വിലയേറിയതായ പൊന്ന് വെള്ളി മുതലായ വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന് വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങളൊന്ന് അറിയണം കേട്ടോ, നിങ്ങളൊന്ന് അറിയണം. ഞാൻ ആരാണ്? എന്നെ നരകക്കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വിളിച്ചു കയറ്റി ഈ തേജസ്സിന്റെ രംഗത്ത് കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് വേണ്ടി കൊടുത്ത വില എന്താണ്? നന്ദിയോടെ. വെറുതെ വിളിച്ചുകൊണ്ട് വരികയല്ല ചെയ്തത്. നിങ്ങൾ അതെല്ലാം ഒന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നന്ദിയോടെ സ്തോത്രം. ഞാൻ കർത്താവിൻ്റെ ചങ്കിലെ ചോര മറുവിലയായി കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിൻ്റെ സ്വന്തം നിക്ഷേപമാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവത്തിൻ്റെ വകയാണ്. ഞാൻ ഇടയ്ക്ക് വായിക്കുണ്ടായി മഹാത്മാഗാന്ധിജി ഉപയോഗിച്ച കണ്ണടയുടെ വില. ചുമ്മാ ഒരു ചെറിയ നൂല് പോലുള്ളതായ, എല്ലാം വലിയ വണ്ണമൊന്നും ഉള്ളതല്ല, ഭംഗിയുള്ളതൊന്നും അല്ല, സ്വർണ്ണമൊന്നും ഉള്ള ദൈവത്തിന് സ്തോത്രം. പിന്നെ മഹാത്മാഗാന്ധിജിയുടെ ചെരുപ്പ് തേഞ്ഞു തുടങ്ങി, 2 വള്ളിയുള്ളതായിരിക്കുന്നതായ ആ ചെരുപ്പ്. ദൈവമക്കളെ, അത് ലേലത്തിന് വെച്ചപ്പോൾ പോയത് 1000 രൂപയല്ല, 10,000 രൂപയല്ല, ലക്ഷക്കണക്കിന് രൂപയല്ല, 10 രൂപ വിലയില്ലാത്തതാണ്. പക്ഷെ എന്താണ് കോടികൾ വില വധിക്കാൻ കാരണം? ആരുടെ വകയാണ്? ആരുടെ വകയാണ്? സഹോദരന്മാർ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഒന്നിനും കൊള്ളില്ലാത്തവനായിരിക്കാം, ആർക്കും വിലയില്ലാത്തവനായിരിക്കാം. ഒന്ന് ബോഡി എന്ന് പറഞ്ഞ് ഭർത്താവ് അതും ഇതൊക്കെ വിളിച്ച് തള്ളിക്കളയുന്നുള്ളതായിരിക്കാം. ഭാര്യയ്ക്കോ മറ്റുള്ളവർക്ക് വിലയില്ലാത്തവനായിരിക്കാം. കൂട്ടായ്മയിൽ വലിയ അംഗീകാരമൊന്നും ഇല്ലായിരിക്കാം. പക്ഷെ ഞാൻ ആരുടെ വകയാണ്? ഞാൻ ആരുടെ വകയാണ്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളെ വിലയേറിയവനും മാന്യനുമായി എണ്ണിയിരിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, കർത്താവിൻ്റെ സ്വന്തമാണോ നിങ്ങൾ? ഇപ്പോൾ കർത്താവിൻ്റെ കയ്യിലാണോ നിങ്ങൾ? കർത്താവിൻ്റെ സമ്പത്താണോ നിങ്ങൾ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യന് ദൈവത്തെ കൊള്ളയിടാമോ? വിൽ എ മാൻ റോബ് ഗോഡ്? ദൈവത്തിന് സ്തോത്രം. മനുഷ്യന് ദൈവത്തെ മോഷ്ടിക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വിൽ എ മാൻ റോബ് ഗോഡ്? ദൈവം വിലയേറി രക്തം മറുവിലയായി കൊടുത്ത് വിലയ്ക്ക് വാങ്ങി സ്വന്തമാക്കി വെച്ചിരിക്കുന്ന വിലയേറി വസ്തു എന്ന് പറയും ഈ നിൽക്കുന്ന ഞാനാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. പിന്നെ എന്താ? ആ ദൈവത്തിൻ്റെ സമ്പത്തായിരിക്കുന്ന ഞാനും നിങ്ങളും ആ ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടോ? യെറ്റ് ദേ ഹാവ് റോബ്ഡ് മീ എന്ന. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മറ്റൊരു പരിഭാഷ വായിച്ചു. യു ഹാവ് ചീറ്റഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന്. യു ഹാവ് ചീറ്റഡ് ഗോഡ്. ദൈവത്തെ വഞ്ചിച്ചു. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, ഞാൻ എൻ്റെ വീട് ഒരാൾക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞതായി ലക്ഷക്കണക്കിന് രൂപ എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നപ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഇറങ്ങിക്കൊടുക്കുന്നില്ല. അവർ വർഷനമായിട്ട് പറഞ്ഞു, ഞാൻ കാശ് തന്നല്ലേ, നിങ്ങൾ ഇറങ്ങിത്താ കൊടുക്കില്ല. വഞ്ചിക്കുകയല്ലേ ചെയ്ത്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് പൊരുൾ തിരിച്ച് മനസ്സിലാക്കിയ മക്കളെ. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ വെറുതെ അല്ല രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ഞാൻ ദൈവത്തിൻ്റെ മാത്രം സമ്പത്താണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണോ ദൈവത്തിന് ഉപയോഗിക്കാൻ? ദൈവത്തിന് ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ദൈവം വിലയ്ക്ക് വാങ്ങി. നിങ്ങളിപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട തോമസച്ചൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് കുടിക്കാനൊക്കെ തന്നു. സ്നേഹവാത്സല്യത്തോടെ എന്നോട് ഇടപെട്ടു. അച്ഛനും അമ്മായിയും അവിടെ നിന്ന് മാറിയതായ സമയത്ത് അവിടെ നല്ലൊരു വാച്ച് ഇരിപ്പുണ്ടായിരുന്നു. നല്ല സ്വർണം പോലെയുള്ള മനോഹരമായൊരു വാച്ച്. എനിക്കത് കണ്ടപ്പോൾ വലിയ ഇഷ്ടമായി. ഞാൻ നോക്കിയപ്പോൾ ആരും അവിടെ ഇല്ല. ഞാൻ ആരും അറിയാതെ വാച്ചിങ് എടുത്തു, എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ടു. ഞാൻ ഇറങ്ങിപ്പോന്നു. എന്നെ ഒട്ടും സംശയിച്ചില്ല. മാന്യനായിരിക്കുന്ന ഒരാൾ വന്ന് സൽക്കരിച്ച് പറഞ്ഞു വിട്ടു, കൊള്ളാം. വാച്ച് തപ്പിയിട്ട് കിട്ടുന്നില്ല. എന്നെ വിളിച്ച് ചോദിച്ചൊന്നുമില്ല, എന്നെ സംശയമൊന്നുമില്ല.
പക്ഷെ അടുത്ത ദിവസം ഇവിടെ വന്ന് ഞാൻ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുറ്റബോധം. അത് ബഹുമാനപ്പെട്ട അച്ഛൻ കാശ് കൊടുത്ത് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വാങ്ങിച്ചു വെച്ച വാച്ചല്ലേ, അത് അച്ഛൻ്റെ അനുവാദം കൂടാതെ അറിവ് കൂടാതെ ഞാൻ എടുത്തുകൊണ്ടുവന്നത് എന്താണ്? അതിൻ്റെ പേരാണ് മോഷണം. എനിക്ക് കുറ്റബോധം കിട്ടി. നീ മോഷ്ടിച്ചു, നീ മോഷ്ടാവാണ്, സ്വർഗം നിനക്ക് കിട്ടുകയില്ല. വചനം കേട്ട് തിരിച്ചു വന്ന ഉടനെ ഞാൻ വിളിച്ചു, ബഹുമാനപ്പെട്ട അച്ഛനെ വിളിച്ചു. അച്ഛോ, അച്ഛൻ്റെ വാച്ച് നഷ്ടപ്പെട്ടു. എൻ്റെ മാത്തുക്കുട്ടി സാറേ, ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു, ഞാൻ വലിയ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. അച്ഛോ, അത് ഞാനാ മോഷ്ടിച്ചത്, ഞാനാ എടുത്തുകൊണ്ട് വന്നത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ ആവർത്തിക്കുകയില്ല. ആ കുറ്റം ചെയ്ത് ഗുരുതരമായ തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം കേട്ടോ അച്ഛോ. അച്ഛൻ ക്ഷമിച്ചോ? ദൈവത്തിന് സ്തോത്രം. മതിയോ ദൈവമക്കളെ, മതിയോ? ഞാൻ മാപ്പി ചോദിച്ചില്ലേ, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞില്ലേ? എല്ലാവരും ഒന്ന് കേട്ടേ. പലവട്ടം അച്ഛോ ഞാൻ കാൽക്കൽ വീണ മാപ്പി ചോദിക്കാണ്, എന്നോട് ക്ഷമിക്കണം, തീർന്ന കാര്യം. എന്ത് ചെയ്യണം പറഞ്ഞ്? അത് മടക്കി കൊടുക്കണം. ഇന്നിപ്പോൾ നടക്കേണ്ട കാര്യമാണ് ഇത് പറയുന്നത്. അത് മടക്കി കൊടുക്കണം, അതാണ് സമർപ്പണം. നിങ്ങളെ ദൈവം വിലയ്ക്ക് വാങ്ങി. നിങ്ങളുടെ സമയം ദൈവത്തിൻ്റെയാണ്, എൻ്റെ ആരോഗ്യം ദൈവത്തിൻ്റെയാണ്, എൻ്റെ ശബ്ദം ദൈവത്തിൻ്റെയാണ്, എൻ്റെ വീട് ദൈവത്തിൻ്റെയാണ്, എൻ്റെ വാഹനം ദൈവത്തിൻ്റെയാണ്, എൻ്റെ കൈകൾ ദൈവത്തിൻ്റെയാണ്, എൻ്റെ കാലുകൾ ദൈവത്തിൻ്റെയാണ്. ആത്മാർത്ഥമായി പറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന് ഉപയോഗിക്കാൻ എൻ്റെ ജീവിതത്തിൻ്റെ സകലതും ഇപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലാണ്. അങ്ങനെയുള്ളവരൊന്ന് കൈപോക്കാൻ പറഞ്ഞ് എത്ര പേര് കൈപോക്കും? എല്ലാവരും കേട്ടോ? അത് ഓടിയിറന്ന് കൈപോക്കിയേ പോരാ. കർത്താവ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയോ? സകല ജാതിയിലും ഭാഷയിലും വംശത്തിലുമുള്ളവര് അവൻ ചങ്കിലെ ചോര എന്ന് വിലയ്ക്ക് വാങ്ങി. ദൈവത്തിൻ്റെ സ്വന്തം വകയായിട്ട് വിലയ്ക്ക് വാങ്ങി. ദൈവത്തിൻ്റെ തന്നിഷ്ടം പ്രകാരം ജീവിച്ചിട്ട് നിനക്കിഷ്ടമുള്ളത് സംസാരിക്കും, ഇഷ്ടമുള്ളിടത്തേക്ക് പോകും, ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങും, ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കും, ഇഷ്ടമുള്ളതായ പണം കൊടുത്ത് ഇഷ്ടമുള്ളത് മേടിക്കും, ഇഷ്ടമുള്ളത് തിന്നും. പിന്നെ ഞാൻ ആരുടെ വകയാ? നുണ പറയരുത്. ദൈവത്തിൻ്റെ വസ്തുവായിരിക്കുന്ന ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്നെ തന്നെ ഉപയോഗിച്ചു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ, സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിക്കൽ ഈ കാല് കുത്തണമെങ്കിൽ, ആത്മാവ് എത്തണമെങ്കിൽ ചെവി തുറന്ന് ചങ്ക് തുറന്ന് വ്യക്തമായി കേട്ടുകൊള്ളണം. മോഷ്ടിച്ച വസ്തുവായിരിക്കുന്ന എന്നെ തന്നെ തിരിച്ചു കൊടുത്തോളണം. ദൈവത്തിൻ്റെ സ്വന്തം ഞാനാണ്, വിലയ്ക്ക് വാങ്ങിയതാണ്. ആരുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം ഉണ്ടോ, ഞാനും വളരെ ഭയത്തോടെയാണ് ഈ പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ നേരെയില്ലേ? ദൈവം ആരുടെയാ? സമയം ആരുടെയാ? വാഹനം ആരുടെയാ? ശബ്ദം ആരുടെയാ? ബുദ്ധി ആരുടെയാ? കാലുകൾ ആരുടെയാ? എൻ്റെ ഇഷ്ടപ്രകാരം, എനിക്ക് തോന്നുന്ന പോലെ, എനിക്ക് സമയമുണ്ടെങ്കിൽ. അതാണോ സമർപ്പണം? ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിലല്ല ഇന്ന് അനേകര്, അവനവൻ്റെ കരങ്ങളിലാണ്. ഉടമസ്ഥാവകാശം നിങ്ങൾ വഞ്ചിച്ചെടുത്തിരിക്കുകയാണ്. വിൽ എ മാൻ റോബ് ഗോഡ്? നമ്മൾ ഈ ലോകത്തിൽ പലതും മോഷ്ടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ സ്വർഗഭണ്ഡാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സമ്പത്തായിരിക്കുന്ന നിന്നെ നീ മോഷ്ടിച്ച് നിന്റെ ഇഷ്ടപ്രകാരം നിന്നെ തന്നെ ഭരിച്ച് നയിച്ച് നിയന്ത്രിച്ച് കൊണ്ടുപോവുകയാണ്. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിൻ്റെ എന്ത് ചെയ്യണം പറഞ്ഞ് എന്ത് ചെയ്യണം? തിരികെ കൊടുക്കണം. സമ്മതമാണ് നിങ്ങൾക്ക്? എൻ്റെ ഉടമസ്ഥാവകാശം സമ്പൂർണമായി എന്നെയും എനിക്കുള്ള സകലത്തെയും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മാത്രം നിയന്ത്രിക്കുവാൻ, ഉപയോഗിക്കുവാൻ, വിട്ടുകൊടുക്കാൻ സമ്മതമുള്ള എത്ര പേരുണ്ട്? ഒന്ന് ചിന്തിച്ചേ നിങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്താണ്? സ്വന്തം ജനത്തിൻ്റെ സവിശേഷത. എഫേസർ 4:30 വായിച്ച്. എഫേസർക്ക് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. രണ്ടാമത്തെ സ്വന്തം ജനത്തിന്റെ പ്രത്യേകത മുദ്രയേറ്റവരാണ്. അടയാളമുള്ളവരാണ്.
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? പൗലോസ്ലീഹ പറയും, ചൂടടയാളം എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു. എൻ്റെ ദൈവമേ, എല്ലാവരും ഗൗരവത്തോടെ മനസ്സിലാക്കി, ഒരടയാളം ഉണ്ടായിരിക്കണം, രക്തത്തിൻ്റെ മുദ്ര ഉണ്ടായിരിക്കണം. സാത്താൻ കാണുമ്പോൾ കൈ കർത്താവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയുണ്ട്, നാവിലുണ്ട്. ശത്രുവിന് അവകാശമില്ല, മുദ്രയുള്ള ഒരുത്തനെയും തോണ്ടരുത്. ദൈവമക്കളെ, നിങ്ങൾക്ക് തരാൻ ദൈവത്തിന് തയ്യാറല്ലേ? മാലകമാര് കുഞ്ഞാടിൻ രക്തവുമായി നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയുള്ള ആളായിരിക്കണം. ബലിഗ്രഹം മരിക്കാൻ കിടക്കുകയാണ്. എൻ്റെ മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടു, ദൈവത്തെയും മുഖാമുഖം കണ്ടു എന്ന് അദ്ദേഹം അവസാനം പറയണത്. തൊട്ടും അടുത്ത് നിൽക്കുന്ന എല്ലാവരോടും ചോദിച്ചു, സ്വർഗത്തിൽ പോകാനുള്ള ടിക്കറ്റ് എടുത്തോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ടിക്കറ്റ് എടുത്തു. അതിന് ഞാൻ കൊടുത്ത വിലയാണ്. എൻ്റെ പാപങ്ങൾ മുഴുവൻ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. എൻ്റെ പാപമെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ചു. കർത്താവ് കൊടുത്ത വില കർത്താവിൻ്റെ ചങ്കിലെ ചോര. പിന്നെ എൻ്റെ ടിക്കറ്റ് ഏതാണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയുള്ളതായ ഒരു ചങ്ക്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. കർത്താവേ, എൻ്റെ ആളത്വത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്ന ചങ്ക് ഇപ്പോൾ ഞാനിത് തുറന്ന് കാണിക്കുകയാണ്. എൻ്റെ രക്തം യേശുവിൻ്റെ വക എന്നുള്ള മുദ്ര എൻ്റെ ചങ്കിനകത്ത് കുത്തിത്തന്നെ. അത് കാണിച്ചാലേ സ്വർഗവാതിൽ തുറക്കുകയുള്ളൂ. അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോഴേക്ക് നമ്മളങ്ങ് ചെല്ലുമ്പോൾ ഒരു വാതിൽ തന്നെത്താൻ അങ്ങ് തുറക്കും. വേറെ ചിലതുണ്ട്, ഒരു പ്രത്യേക കാർഡ് കാണിച്ചാലേ തുറക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രത്യേക കാർഡ് എൻ്റെ കയ്യിലില്ലെങ്കിൽ എനിക്കതിൽ കയറാൻ ഒക്കില്ല. ഞാൻ ഈ പ്രസംഗിച്ചതിന് ശേഷം ഈ ചങ്കിൽ കുഞ്ഞാടിൻ്റെ മുദ്രയുടെ അടയാളമില്ലെങ്കിൽ ഇന്ന് കർത്താവിനിട്ട് തരാൻ സാധിക്കില്ലേ? ചങ്ക് തുറന്ന് കാണിച്ചു കൊടുത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വക എന്ന് ചൂടടയാളമുള്ളവർ. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ എന്താണ്? 2 കൊരിന്ത്യർ 11:2 വായിച്ച്. 2 കൊരിന്ത്യർ 11:2 വായിച്ച്. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങൾ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരും കേട്ടെ. മൂന്നാമത്തെ പദവി എന്താ? ഞാൻ ആരാണ്? കർത്താവിൻ്റെ മണവാട്ടി. കർത്താവിൻ്റെ മണവാട്ടി. ദൈവത്തിന്റെ സ്തോത്രം. മണവാളൻ ആരാണ്? ആയിരങ്ങളിലും 10,000ങ്ങളിലും സുന്ദരനായിരിക്കുന്ന എൻ്റെ തേജോമയനായിരിക്കുന്ന പൊന്ന് കർത്താവ്. അവനൊപ്പം പറയാനൊരാളുമില്ല. അവൻ്റെ മണവാട്ടി ഞാൻ. വാട്ടം മാലിന്യമില്ലാത്തവരായി കാത്തു സൂക്ഷിച്ചോളെ കേട്ടോ. ഇതൊക്കെ മുഴുവൻ സത്യമായ വാക്കുകളാണ് നിങ്ങൾ കേൾക്കുന്നത്. കറയും വാട്ടവും മാലിന്യവും അശുദ്ധിയും ഉണ്ടെങ്കിൽ കല്യാണം നടക്കില്ല കേട്ടോ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പറയും, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നു. കാന്തയും ദൈവത്തിന് സ്തോത്രം. എന്നാ വിവരിക്കണത്? ഞാൻ കുളിച്ചാൽ പോരാ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി നടക്കുവോ? അല്ല, നോയിക്ക് സ്വന്തം വസ്ത്രത്തിലേക്ക്, ജീവിത വസ്ത്രത്തിലേക്ക് നോയിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇനി വണ്ടിയെ കയറുമ്പോഴും, കോളേജിലായിരിക്കുമ്പോഴും, അടുക്കളയിലായിരിക്കുമ്പോഴും, ഏത് പണിയെടുക്കുമ്പോഴും ഞാൻ ആരാണ്? ദൈവമക്കൾ, ഇവിടെ മറ്റു വലിപ്പത്തിനൊന്നും. ദൈവത്തിന് സ്തോത്രം. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഞങ്ങൾ ഒരു ദൈവപൈതൽ ആട്രിബ്യൂട്ട്സ് നോ ക്രെഡിറ്റ് ടു ദി ലേബൽസ് അറ്റാച്ച്ഡ് ബൈ ദി വേൾഡ്. ഡിഗ്രിയോ, ദൈവത്തിന് സ്തോത്രം, പ്രൊഫസറെന്നോ ഡോക്ടറെന്നോ ഡോക്ടറേറ്റ് എന്നോ വസ്ത്രമോ സൗന്ദര്യമോ ആർക്ക് വേണം? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആരാണ്?
കുഞ്ഞാടിൻ്റെ മുദ്രയുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി, ഈ കറുത്ത എന്നെ, സൗന്ദര്യമില്ലാത്ത എന്നെ, ചേറ്റിൽ കിടന്ന എന്നെ, അഴുക്ക് പറ്റിയ എന്നെ ദൈവത്തിൻ്റെ സ്തോത്രം രക്തത്താൽ കഴുകി വെടിപ്പാക്കി തേജസ്സിന് വസ്ത്രം അണിയിപ്പിച്ച് ഹല്ലേലൂയ കല്യാണത്തിന് വേണ്ടി ഒരുക്കുന്നു. മണിയറ ഒരുങ്ങി തീരാറായി, മണവാളൻ വരാറായി. അങ്ങോട്ട് കയറണ്ടേ? അതിന് 4ാമത്തെ യോഗ്യത കൂടെ വേണം. അതെന്താണ്? വെളിപ്പാട് 21-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം വായിക്കുക. വെളിപ്പാട് 21-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ ദൈവത്തിന് അത് മതി, വായിക്കാൻ നേരമില്ല. 4ാമത്തെ എന്താണ്? ജീവപുസ്തകത്തിൽ പേരുള്ളവർ. ഇന്നെൻ്റെ വലിയൊരു കൊതി, ഞാൻ ദിവസങ്ങളായി പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം, നമ്മുടെ കൂട്ടായ്മയിലെ ദൈവമക്കളുടെ പേര് ജീവപുസ്തകത്തിലുണ്ടായിരിക്കണം. വെളിപ്പാട് 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയും, മാത്തുക്കുട്ടി ഇവിടെ കയറി വാ, മത്തായി ഇവിടെ കയറിയ, ഏലിയമ്മ ഇവിടെ കയറി വാ. ദൈവമക്കളെ പേരുണ്ടോ? കൊച്ചുകുട്ടികളെ പേരുണ്ടോ? വർക്കീതിൻ്റെ പേരുണ്ടോ? ഏലിയമ്മ എന്നിൻ്റെ പേരുണ്ടോ? എനിക്കറിയാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഓ, ഇന്ന് ജീവിതോത്സവം തുറന്നിരിക്കുന്ന ദിവസമാണ്. ഇന്ന് എഴുതി ചേർക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഉള്ളം തൊട്ട് കർത്താവിൻ്റെ ക്രൂശിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പലപ്പോഴും ഉണ്ടായിരുന്നു, മാഞ്ഞു പോയിട്ടുണ്ട് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കർത്താവേ, നിന്റെ ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരെന്ന് എഴുതി തരണമേ. പ്രാർത്ഥിക്കുക. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം.